അവരിലെങ്കിലും നിന്റെ തന്ത ഉണ്ടാവണം. അവരിലുണ്ടായതാണെന്നുണ്ടെങ്കിൽ നിന്റെ തള്ള അധികം കൂടുതൽ കിടന്നു കൊടുത്തിട്ടില്ല എന്ന് നാട്ടുകാർ പറയണ്ടെങ്കിൽ തെളിവ് വെക്കടി പുല്ലേ, തെളിവ് വെക്കടി പുല്ലേ. ഷാഫീന ബീവി, ഓക്കെ, ഷഫീന ബീവി. മനസ്സിൽ നിന്റെ അമ്മാമ്മയുടെ ഹൗസ്, അവിടെ നാവായിക്കുളത്ത് പടക്കശാല പോരെ നിന്റെ അഡ്രസ്. നീ പോയി കേസ് കൊടുക്ക്, കേസ് കൊടുക്കടി. നീ അന്നൊന്ന് പൂട്ടിക്കടി. നീ ഏതും പറഞ്ഞ എന്നൊന്ന് പൂട്ടിക്ക്. ഞാൻ നിന്റെ തെറി വിളിച്ചു, നിന്റെ മകനെ ഇനി ചട്ടുകാലി ഉരക ജീവി ഞാൻ വിളിക്കും. നീ ഇപ്പൊ കേസ് കൊടുക്കടി. അഹങ്കാരം കൊണ്ട് തന്നെ നിന്നെ പോലെ ആർവാണിത്തരങ്ങൾ എഴുതി ഞങ്ങളെ മക്കളെയൊക്കെ തെറി വിളിച്ചു കഴിഞ്ഞാ നീ മേടിക്കും ചക്രേ, നീ മേടിക്കും ചക്രേ. ഒന്നല്ല ഒരായിരം നീ എന്റെ കയ്യിൽ നിന്ന് മേടിക്കും. നിനക്ക് ഒരു ധൈര്യമില്ല ഓസ് മലയാളോട് മുട്ടാനായിട്ട്. നിനക്ക് അങ്ങനെ മുട്ടാൻ ധൈര്യം ഉണ്ടെങ്കിൽ നീ ഒരു പോസ്റ്റിൽ ഒതുക്കില്ലല്ല. നീ ഇറങ്ങടി കളിക്കാനായിട്ട്. ഞാൻ പറഞ്ഞ നീ രാണി സുന്ദര വിളിക്ക്, കളി നമ്മൾ തമ്മിലാവാം. ഓക്കെ, നമുക്ക് മുട്ടാടി. നീ വാ, നീ വാ. നിന്റെ പടക്കശാല ഞാൻ കത്തിച്ച് കാട്ടിത്തരാം, മനസ്സിലായ? നീ നിന്റെ തള്ളയെ നടത്തണ വെടിശാലയ്ക്ക് ഞാൻ തീ കൊളുത്തി കാണിച്ചു തരാം. നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ നീ ഒന്ന് ഇറങ്ങ്. നീ അങ്ങനെ തെറിയൊന്നും തെറിയോ, ഞാൻ ഭയങ്കര സ്റ്റാൻഡേർഡ് അല്ലേ, എന്റെ സ്റ്റാൻഡേർഡ് നിങ്ങൾ കണ്ടിട്ടില്ലേ എന്ന് പറയണ നിന്നെ പോലെയുള്ള അറവാണിച്ചിമാരുടെ വായെന്ന് ഏത് ടൈപ്പ് വരുന്നു ഞാൻ കാണിച്ചു തരാം. നീ കളിക്കാൻ വേണ്ടി ഗെയിം ഇവിടെ സ്റ്റാർട്ട് ആയിട്ട്. ഓക്കെ, ഇത് കേക്ക്. ഇതുപോലെ നിനക്ക് പറയാന്നുണ്ടെങ്കിൽ ഓസ് മലയാളം നിനക്ക് പറയാം. മക്കളെ ലൈക്ക് ബട്ടൺ അടിച്ച് പൊടിച്ച് 250 ആക്കി കഴിഞ്ഞാൽ നമ്മളിത് തെറിയേക്കളെ. നീ ഊമ്പാനാണ് കൊടുക്കുന്ന തായോളി മോനെ. എടാ അമ്മയെ പണി പൊലയാടി മോനെ, വേശക്കുണ്ടൊക്കെണ്ടായ തായോളി. ഈ കൂതി മോളെ നീ നാട്ടുകാർക്ക് കാണിച്ചു കൊടുത്താനാടാ സമ്പാദിക്കുന്ന പട്ടി തായോളി. എവിടെയാ പേലെ? എടാ മയിരെ, ചീത്ത വിളിച്ച മയിരെ നിന്നെ വീട്ടിൽ കയറി തായോളി. അമ്മയെ പണി കൊലയാടി വേശക്കുണ്ടൊക്കെണ്ടായ തായോളി മോനെ, നിന്റെ അമ്മയുടെ പൂറ് തായോളി. ഓടാ മയിരെ, നീ എന്നെ ഒരു മയില് ഊമ്പാനില്ലടാ, തെറിയെ നിന്നെ വിളിക്കുള്ളൂ. നിന്റെ അമ്മയുടെ പൂറ് പട്ടി തായോളി, വേശക്കുണ്ടാ മകനെ. ഈ ഫോട്ടോയിലിരിക്കുന്ന അപരാധി, അവള് പുഴു കണ്ട അവന്മാരെല്ലാം കുണ്ണ കയറ്റി. അല്ലെങ്കിൽ അവൾ അതിനെ പണിയെടുത്ത് നീ അവളെ ലെസ്ബിയൻ അടിക്കാറുണ്ടാടി? നിന്റെ മോള് ലെസ്ബിയൻ കളിക്കാറുണ്ടോ? അതെ, ഈ പോകുന്നവന്മാർക്കൊക്കെ നീ അവളെ കൊണ്ടുപോയി കാണിക്കാറുണ്ടാടി? നീ എന്താണ് നിന്റെ ചാനലിൽ പറയാത്തത്? ഇത്രയും താഴ്ന്ന ലെവലിൽ ഇറങ്ങി ഇങ്ങനെയുള്ള ആളുകളോട് സംസാരിക്കാൻ എനിക്ക് തീരെ താല്പര്യമില്ല എന്നല്ലേ പറയാറ്? ഇത് നിന്റെ തള്ള പറഞ്ഞ വോയിസ് ആണോടി? ഇത് നിന്റെ തള്ള പറഞ്ഞ വോയിസ് ആണോ? എത്ര എണ്ണ എത്ര എണ്ണം ഞാൻ കേൾപ്പിക്കണം? നീ പറ ചെല്ലക്കുട്ടി, നിന്റെ സംസ്കാരം മനസ്സിലായോ? നിന്റെ സംസ്കാരം ഈ ഒറ്റ വോയിസ് മതി, 1000 വോയിസ് ഇവിടെ കിടന്ന് കറങ്ങുമ്പോ. നിന്റെ സംസ്കാരം മോഹൻലാലിനെ തെറി വിളിക്കുന്നു, പ്രധാനമന്ത്രിനെ തെറി വിളിക്കുന്നു. ഇതൊന്നും തെറി വിളിച്ചിട്ടും ഈ ചൂലിനെ പൂട്ടാൻ ഒരകം കഴിയില്ല. അതാണ്